ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ്. ചൈനീസ് മാർക്കറ്റുകളിൽ ചെറുതായിട്ടുള്ളൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ഉണ്ട്. പക്ഷേ മറ്റെല്ലാ മാർക്കറ്റുകളും വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് മാർക്കറ്റ് 33 കൊല്ലത്തെ പുതിയ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രധാനമായും ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ജാപ്പനീസ് മാർക്കറ്റിനെ വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റുകളിൽ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള റാലി, അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് ഡാറ്റ, ഇതൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിന് കാരണം. ഇനി നമുക്ക് വെള്ളിയാഴ്ച അമേരിക്കൻ, യൂറോപ്യൻ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തെന്നുള്ള കാര്യം നോക്കാം. അമേരിക്കൻ മാർക്കറ്റ് ഡൗ ജോൺസ് 701 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ S&P 500 61 പോയിന്റ് ബെറ്റർ ആയിട്ടും നാസ്ഡാക്ക് 139 പോയിന്റും ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ S&P 500 വിക്സ് ക്ലോസ് ചെയ്ത് 14.60 പുതിയ 52 വീക്ക് ലോയിലാണ് വിക്സ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തത്. ഇത് പോസിറ്റീവ് ഇൻഡിക്കേഷനാണ് മാർക്കറ്റിനെ കുറിച്ച് നൽകുന്നത്. യൂറോപ്പിൽ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് എല്ലാം തന്നെ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇനി കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഗോൾഡ് ക്ലോസ് ചെയ്ത് $1964.3 പെർ ഔൺസിനാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $1961 പെർ ഔൺസിനാണ്. ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് $1946 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $76.4 പെർ ബാരലിനാണ്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്ററാണ്. ഒപ്പക്കിൻ്റെ ഒരു ഡിസിഷൻ വന്നിരുന്നു. ഒപ്പക്ക് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് നടത്തുന്നില്ല, പകരം വേൾഡിലത്തെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസറായ സൗദി അറേബ്യ 1 മില്യൺ ബാരൽ പെർ ഡേ ജൂലൈ തൊട്ട് പ്രൊഡക്ഷൻ കട്ട് നടത്തുന്നു എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനീഷ്യൽ റിയാക്ഷൻ വളരെ പോസിറ്റീവ് ആയിരുന്നു ക്രൂഡ് ഓയിലിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ഒന്നും ക്രൂഡ് ഓയിലിൽ കാണുന്നില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ന്യൂസ് ഓൾറെഡി ഇമ്പാക്റ്റ് ചെയ്തു കഴിഞ്ഞു മാർക്കറ്റ് സെൻറ്റിമെൻറ്റിന്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ പല കൺട്രികളിലും സോളാർ പവർ, ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് എനർജി പ്രൊഡക്ഷനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. മെജോറിറ്റി ഓഫ് ദി കൺട്രീസ് ഇപ്പോൾ സോളാർ പവറിലാണ്, റിന്യൂവബിൾ എനർജിയിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് കുറവാണ്. മെറ്റൽസ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ മെറ്റൽസ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അമേരിക്കയിൽ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ മെയ് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3.7% ഉയർന്നിരുന്നു. ഏപ്രിൽ 2020 ശേഷമുള്ള ഹയസ്റ്റ് റൈസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ US ഫെഡറൽ റിസർവ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടത്തില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കൻ മാർക്കറ്റ് റാലി ചെയ്തത്. ഇൻട്രസ്റ്റ് റേറ്റ് നടത്താത്തതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടിയാണ് ഗോൾഡിൽ സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കണ്ടത്. പക്ഷേ തീർച്ചയായിട്ടും ആ ഗോൾഡ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ആണ് മറ്റുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കയിലത്തെ ഈ ഒരു പോസിറ്റീവ് ന്യൂസിലാണ് ഇന്നും ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണുന്നത്. പക്ഷേ അമേരിക്കൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് വലിയ രീതിയിൽ മുന്നേറിയിട്ടില്ല. അതിൻ്റെ കാരണം മോർഗൻ സ്റ്റാൻലിയിലെ ഒരു പ്രഡിക്ഷനാണ്. ഈ വർഷം അമേരിക്കൻ മാർക്കറ്റ് S&P 500 16% ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് താഴെ പോകുന്നതാണ് അവർ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് കാരണം അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ രീതിയിൽ ഇടിവ് വരുന്ന പറയുന്ന അടുത്ത 3 തൊട്ട് 6 മാസത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ വലിയൊരു പോസിറ്റീവ് റിയാക്ഷൻ ഇന്ന് കാണാനില്ല. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്ററാണ്, പ്രത്യേകിച്ച് ജാപ്പനീസ് മാർക്കറ്റ്. കാരണം മോർഗൻ സ്റ്റാൻലി
സ്റ്റാൻലി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അമേരിക്കൻ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് പകരം ജാപ്പനീസ്, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, തൈവാൻ സ്റ്റോക്കുകളൊക്കെ വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജാപ്പനീസ് മാർക്കറ്റിൽ ആ ഒരു പുഷും കൂടി ഇന്ന് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് മോർണിംഗിൽ ചൈനയുടെ സർവീസസ് PMI ഡാറ്റ പുറത്തു വന്നിരുന്നു. 57.1 ആണ് മെയ് മാസത്തെ ഡാറ്റ വന്നിരിക്കുന്നത്. 56.4 ആയിരുന്നു ഏപ്രിൽ. പക്ഷേ ഈ ഡാറ്റ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്റർ ആണ്. എക്സ്പെക്റ്റേഷൻ 55.2 ആയിരുന്നു. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഈ ആഴ്ചയിലത്തെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി വരികയാണ്. 6-ാം തീയതി തുടങ്ങി 8-ാം തീയതിയാണ് ഡിസിഷൻ വരുന്നത്. ഇപ്പോൾ റെപ്പോ റേറ്റ് 6.5%. ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷൻ 6.5% തുടരും എന്നുള്ളതാണ്. ഒരു ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. നമ്മൾ മറ്റൊരു ന്യൂസ് നോക്കേണ്ടത് മൺസൂണാണ്. മൺസൂൺ ഡിലേഡ് ആണ്. ഇതുവരെ കേരള തീരത്ത് മൺസൂൺ എത്തിയിട്ടില്ല. 4-ാം തീയതി എത്തുന്നതാണ് പറഞ്ഞിരുന്നത്. ഇതുവരെ എത്തിയിട്ടില്ല. അത് സ്ലൈറ്റ്ലി ഒരു കോഷ്യസ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. മാർക്ക് മോബിയസ് ഉണ്ട്, ഫേമസ് ഫണ്ട് മാനേജറാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മാർക്കറ്റാണ് അടുത്ത 3 to 5 ഇയേഴ്സിനുള്ളിൽ വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനികൾ ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒക്കെയാണ്. വീണ്ടും അദ്ദേഹം പേര് വെളിപ്പെടുത്താത്ത പല സ്റ്റോക്കുകളും ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. ICICI ബാങ്ക് 1200 കോടി രൂപ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിന് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. അത് ടാറ്റ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ആക്ഷൻ്റെ ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ICICI ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഡിസിഷൻ വളരെ പോസിറ്റീവായ ഡിസിഷനാണ് ഇന്ത്യൻ പീപ്പിൾസിനെ സംബന്ധിച്ച്. ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഓൾറെഡി ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആ ഒരു ന്യൂസ് ICICI ബാങ്ക് മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. BPCL സൾസർ കെംടെക് ആയിട്ടുള്ള ടൈപ്പിന് ശ്രമിക്കുകയാണ്. സ്വിസ് ബേസ്ഡ് കമ്പനിയാണ്. അവർ കുക്കിംഗ് ഓയിലിൽ നിന്ന് ഏവിയേഷൻ ടർബോ ഫ്യൂവൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രൊജക്റ്റിന് വേണ്ടിയാണ് ഈ ഒരു ടൈപ്പിന് ശ്രമിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസാണ്. ഓൾറെഡി IOC ഇത്തരത്തിലുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു ഏവിയേഷൻ ടർബോ ഫ്യൂവൽ പ്രാജ് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മെയ് 19 കഴിഞ്ഞ മെയ് 19 എയർ ഏഷ്യ ഫ്ലൈറ്റ് ഈ ഫ്യൂവൽ ഉപയോഗിച്ചാണ് ഫ്ലൈ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇത്തരത്തിലുള്ള 1-2 പ്രൊജക്റ്റുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇങ്ങനെ പുതിയ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ അത് ശരിക്കും ആ കമ്പനികൾക്ക് പോസിറ്റീവാണ്. BPSLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HULൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് പ്രീമിയം പ്രൊഡക്റ്റിൽ നിന്നാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും HUL വലിയ രീതിയിലുള്ള പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. വേദാന്ത സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് തൂത്തുക്കുടിയിലത്തെ റിപ്പയറിങ്ങിന് വേണ്ടി തുറന്നിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് പെർമിഷനും കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ഒരു വെർഡിക്റ്റിൻ്റെ ബേസിലാണിത്. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഈ റിപ്പയറിങ്ങിന് ശേഷം ഉരുത്തിരിയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നിങ്ങളുടെ അറിവിലേക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രം. അഡാനി ഗ്രൂപ്പ് ഷെയർസിൻ്റെ ഇപ്പം നമ്മൾ F&O പൊസിഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഷോർട്ട് പൊസിഷനോ നെഗറ്റീവ് ബിയാസസ് ഒന്നും ആ മാർക്കറ്റ് ഷെയർസിലില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു നെഗറ്റീവ് റിയാക്ഷൻ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ ഇനി കാണാൻ ചാൻസസ് കുറവാണ്. ഒപ്പം ഓഗസ്റ്റ് 14-ാം തീയതി SEBIയുടെ റിപ്പോർട്ടും വരും. അപ്പോൾ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നെഗറ്റീവ് സെൻറ്റിമെൻറ്റുകളൊന്നും മാർക്കറ്റിലില്ല. ഇന്നലെ അഡാനി ഗ്രൂപ്പും ഒരു വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഉണ്ടായിട്ടുള്ള ട്രെയിൻ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ അഡാനി ഗ്രൂപ്പ് വഹിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ന്യൂസാണ്, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് മാനേജ്മെൻറ്റിൻ്റെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വിപ്രോ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജാനുവരി 16 445 രൂപ പെർ ഷെയറിന് ബൈബാക്കാണ്. ആ റെക്കോർഡ് ഡേറ്റിൽ ആരൊക്കെയാണ് പേരുള്ളത് അതിൽ നിന്ന് 1, 2, 3, 4 ഷെയറുകളൊക്കെ വെച്ച് വിപ്രോ ബൈബാക്ക് ചെയ്തേക്കാം. 4.91% ഇക്വിറ്റി ഷെയർസാണ് അവർ വാങ്ങുന്നത്. പ്രൊമോട്ടേഴ്സിനും ഈ ബൈബാക്കിൽ പങ്കെടുക്കാം. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. 445 രൂപ പെർ ഷെയറിനാണ് വാങ്ങുന്നത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വിപ്രോ ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ ബിഡ് ചെയ്യാം. പക്ഷേ കൺസിഡറബിൾ പെർസെൻറ്റേജ് ഒക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്.
മറ്റൊരു സ്റ്റോക്ക് നമുക്ക് ഇന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നിട്ടുള്ളത് നമ്മുടെ തന്നെ ഒരു ടോപ്പിക്കാണ് വണ്ടർലയ്ക്ക് തമിഴ്നാട് ഗവൺമെൻറ് 10% അവിടെ ലോക്കൽ ബോഡി ടാക്സ് ഉണ്ട്. 10 വർഷത്തേക്ക്, അടുത്ത 10 വർഷത്തേക്ക് ആ ലോക്കൽ ബോഡി ടാക്സ് എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിലുള്ള വണ്ടർലയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിനൊരു വളരെ പോസിറ്റീവാണ്. അപ്പോൾ വണ്ടർലേനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ന്യൂസുകളും വീണ്ടും വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം അവർ UP അടക്കമുള്ള പല സ്റ്റേറ്റുകളിലും അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ തുടങ്ങുകയാണ്. 2030 കൂടിയിട്ട് 10 അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. ഏത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡുള്ള ഒന്നും ഇമ്പാക്റ്റ് ചെയ്യാത്ത ഒരു കമ്പനിയും കൂടിയാണ് വണ്ടർല. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വണ്ടർല വാങ്ങി വെക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കും. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 18450, 18550 ലെവലിലൊക്കെയാണ് സപ്പോർട്ട് വരുന്നത്. 18650, 18800 മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 2-3 ആഴ്ചകൾക്കുള്ളിൽ നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നല്ല പ്രോഫിറ്റിലിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് എവരി റൈസിൽ കുറേശ്ശെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് നല്ലൊരു കാര്യമായിരിക്കും. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയിൽ ഒരുപക്ഷെ അത് അത്തരത്തിലുള്ള ഷെയറുകൾ തിരിച്ചു വാങ്ങാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.